കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതൊരു ഒന്നൊന്നര പണിയായല്ലോ ഈശ്വര. മാഡം 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 എടാ, നീ എങ്ങനെ അകത്തായേ? എടാ, ഇതൊന്ന് തല്ലി പൊളിക്കാൻ നോക്ക്. എന്താണത്? എന്നിട്ട് അവളെവിടെ പോയതാ? മാഡം, ആ മാഗി രക്ഷപ്പെട്ടു മാഡം. എന്താ, അവള് രക്ഷപ്പെട്ടെന്നോ? അതെ മാഡം, എന്റെ അനിയത്തിയുടെ കല്യാണ ഫംഗ്ഷൻ അവര് നോക്കിക്കോളാന്ന് പറഞ്ഞപ്പാ വാതിൽ തുറന്ന് അകത്ത് കയറി ഞാൻ ഫോൺ കൊടുത്തതാ. അപ്പോഴേക്കും അവര് എന്നെ അകത്താക്കി വാതിലടച്ച് താഴിട്ട് പൂട്ടി ഓടിപ്പോയി മാഡം. നിന്റെ ഫോൺ അവൾക്ക് എന്തിനാടാ കൊടുത്തത്? പറ്റിപ്പോയതാണ് മാഡം. അനിയത്തിയുടെ കല്യാണം എന്ന് പറഞ്ഞപ്പാ. അപ്പൊ എന്റെ വാക്കിന് എന്ത് വിലയാടാ നീ തന്നത്? അവള് പറ്റിക്കാൻ ഓരോന്ന് പറഞ്ഞപ്പോ അതും കേട്ട് നീ അകത്ത് കയറിയല്ലേ? അതുകൊണ്ടല്ലടാ അവള് നിന്നെ പറ്റിച്ച് പുറത്ത് ചാടിയത്. നിന്നോട് അവളെ ശ്രദ്ധിക്കണമെന്ന് എത്ര വട്ടം പറഞ്ഞതാ? നിന്നെയൊക്കെ നിർത്തി എന്നെ പറഞ്ഞാ മതി. എന്തിനു കൊള്ളാടാ നിന്നെയൊക്കെ? അവളിപ്പോ നേരെ ആ കൊട്ടാരം വീട്ടിലേക്ക് എങ്ങാനും ചെന്നാ എത്ര വലിയ പ്രശ്നമാവോന്ന് അറിയൂടാ. എടാ, ആ ഫോണിക്ക് തന്നെ. മാഡം, പറഞ്ഞോ അമ്മ. ബേബി, നീ ടെൻഷൻ ആവാതെ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേക്ക്. ആ മാഗി ഇവിടുന്ന് കടന്നു കളഞ്ഞു. എന്താ? അതെ ബേബി, നമ്മുടെ ചെറുക്കനെ പിടിച്ച് അകത്ത് ലോക്ക് ചെയ്തിട്ട് അവള് കടന്ന്. മിക്കവാറും നേരെ അങ്ങോട്ട് വരാനാണ് സാധ്യത. അത് വേറെ സാധ്യതയല്ല മോം, ഇങ്ങോട്ട് തന്നെ വരൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു വഴക്ക് കഴിഞ്ഞേ ഉള്ളൂ. എന്റെ ഭാര്യ വൈദേഹിയെ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുമെന്ന് ദേവൻ ശബ്ദം എടുത്തിരിക്കുകയോ. അതിനിടയ്ക്ക് ഇനി മാഗി കയറി വന്നിട്ട് വൈദേഹി അനന്തരവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും അമ്മേ. മാഗി ഇങ്ങോട്ട് വരാതെ നോക്കിയേ പറ്റൂ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ആ മാഗിയുടെ വായടപ്പിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അമ്മയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? എന്ത് പറഞ്ഞാലും അവള് നിക്കുക. ബേബി, ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അതിനിടയ്ക്ക് അവൾ അങ്ങോട്ടെങ്ങാനും വന്നാ എന്തേലും കാട്ടി നീ തന്നെ മാനേജ് ചെയ്യണം. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. ഹലോ ഹലോ, അവരോടൊന്ന് സത്യം വിളിച്ചു പറഞ്ഞാലോ? എങ്ങനെ അവരിവിടെ വരാതെ നോക്കുക? എന്തിപ്പ ചെയ്യാ? ഏയ് വാടാ. മാഡം, അതിനുള്ളിൽ എന്റെ വൈദേഹി വന്നില്ലെങ്കിൽ ഈ കൊട്ടാരം വീട്ടിലെ ദേവൻ താൽക്കാലികമായിട്ടല്ല, എന്നേക്കുമായി ഈ രാജപദവി ഉപേക്ഷിക്കും. അതിനല്ലേ വരുൺ തയ്യാറായി നിൽക്കുന്നത്. ഇപ്പൊ ഇങ്ങനൊരു അവസരത്തിൽ വരുണല്ലേ യോജിച്ച വ്യക്തി. എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്? ഒന്നിങ്ങ അടുത്തേക്ക് വന്നേ. എന്തിനാവോ? എന്താ പറഞ്ഞാലല്ലാതെ വരില്ല. വന്നാലും പറയാൻ എന്തുണ്ടെന്ന് ആലോചിക്കുക. നിന്നെ ഞാൻ എന്നെ 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 അടിക്കുമല്ലേ? കൊന്നുകളയും ഞാൻ. എന്റെ ദേവനിൽ നിന്ന് രാജപദവി തട്ടിപ്പറിച്ചെടുത്ത് ആ വരുണിനെ ഏൽപ്പിക്കാനല്ലേ നിന്റെ ശ്രമം? തെറ്റെന്താ അതില്?
എന്താ തെറ്റെന്ന് പറ. ഏകപത്നി വ്രതന് മാത്രമേ രാജാവാകാൻ യോഗ്യതയുള്ളൂ എന്ന് രാജഗുരു തന്നെയാണ് പറഞ്ഞിട്ട് പോയത്. നിങ്ങളുടെ അനിയൻ ആരെപ്പോ ഭാര്യയാകുമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പിന്നെ രാജപദവി അലങ്കരിക്കാൻ എന്ത് യോഗ്യത? അതുകൊണ്ടാ വരുണിനെ ഏൽപ്പിക്കാൻ ഞാൻ മതി, പറഞ്ഞു. നിർത്ത്. നീ വരുണിനെ എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്നാണ് വിചാരിച്ചേ. അറിഞ്ഞാൽ അതും നല്ലതിനാ. ഞാനും അത് അറിയിക്കാൻ വേണ്ടി പാടുപെടുമായിരുന്നു. എന്തായാലും ഒത്തിരി കാലം ഒളിപ്പിക്കാൻ പറ്റില്ലല്ലോ. നീ ആരുടെ കൂടെ എന്ത് ചെയ്യുന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ വരുന്നില്ല. എന്റെ അനിയനെ ബലിയാടാക്കാൻ നോക്കിയാ വെറുതെ വിടില്ല ഞാൻ. എന്ത് ചെയ്യൂ ഇയാള്? എന്ത് ചെയ്യാൻ പറ്റും? അനിയന് പണി കൊടുത്തു എന്നും പറഞ്ഞ് എനിക്കിട്ട് നിങ്ങൾ താങ്ങിയല്ലേ? എന്നാ അതുപോലൊരു പണി ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നാളും കാത്തിരുന്ന് എനിക്ക് മതിയായി. ഇനിയും എന്റെ സുഖങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് ഞാൻ 1 മാസത്തെ സമയം തരികയാണ്. ഇതിനോടകം ഈ ചക്രക്കസേരയിൽ എഴുന്നേറ്റ് നടന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവില്ലെങ്കിൽ പോടി. നീ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എനിക്ക് ഒരുപോലെ തന്നെയാ. പിന്നല്ലേ പോയെന്നോർത്ത് വിഷമിക്കാൻ. 1 മാസത്തെ അവധിയൊന്നും വേണ്ട, ഇപ്പൊ തന്നെ പോയിക്കോ. വേണമെങ്കിൽ അച്ഛനോട് അമ്മയോട് സംസാരിച്ച് ഞാൻ തന്നെ ഇവിടെ നിന്ന് നിന്നെ പറഞ്ഞയക്കാം. നടക്ക്. ഏയ്, നടക്കാൻ. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവില്ലെന്ന് പറഞ്ഞത് ഈ വീടുപേക്ഷിച്ച് പോകുന്നൊന്നുമല്ല. ഇതേ വീട്ടിൽ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആരാണ് എന്താണെന്നൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടിപൊളി. ഈ സമയത്ത് ഞാൻ സന്യാസവേഷത്തിലായി പോയല്ലോ. ഇത്രയും ഓപ്പണായിട്ട് അവൾക്ക് എന്നെ വേണമെന്ന് പറയുമ്പോ പഴയ വരുണായിരുന്നെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. പക്ഷെ ഇപ്പൊ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്ത കള്ളസന്യാസിയാണെന്നുള്ള കാര്യം അവള് കണ്ടുപിടിക്കും. ഈ രാജപദവി കയ്യിലാകുന്നത് വരെ എല്ലാം കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇപ്പൊ ചെല്ല ജയ, ചെന്ന് അച്ഛനോടും അമ്മയോടും പറ. എന്നിട്ട് എന്തു പറയൂന്ന് നോക്ക്. എന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പാവം പെണ്ണ്, ജീവിതത്തിൽ ഒരു സുഖവും കിട്ടിയിട്ടില്ലാത്തവളാ. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ജീവിക്കുക? അതുകൊണ്ട് അവള് സ്വന്തം കാര്യം നോക്കിയെന്ന് സഹതപിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ കാര്യം അച്ഛനോ അമ്മയോ അറിഞ്ഞാൽ സഹിക്കാൻ ശക്തിയുള്ളവരാണെങ്കിൽ കരഞ്ഞങ്ങ് വിടും. ഇനി സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ല ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്നാലോ? അജയൻ ഇപ്പൊ പറഞ്ഞ അത് ഇന്ന് തന്നെ നടക്കും. അല്ലെങ്കിലും 1 മാസം കഴിഞ്ഞ് നടക്കുമെന്നേ. എന്നാലും നടക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട. എല്ലാം കേട്ട് കാണുമല്ലോ. ഞാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നീയാ തീരുമാനിക്കേണ്ടത്. ഈ 1 മാസത്തിനകം ദേവൻ വൈദേഹിയെ കണ്ടുപിടിക്കാൻ പാടില്ല. നീ രാജാവാകുകയും വേണം. കണ്ടതാണ്, അവളോട് സംസാരിച്ചതാണ്. എവിടെയാ വൈദേഹി? എന്തുകൊണ്ടാ നീ എന്റെ മുമ്പിലേക്ക് വരാത്തത്? ഇത്രയും നാള് നീ ജീവനോടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇല്ലാത്തൊരാളെ ഓർത്ത് വെറുതെ വിഷമിക്കുകയാണ്, തോന്നലാണ്, ഭ്രാന്താണെന്നൊക്കെ എല്ലാരും പറഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷെ നീ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നല്ലോ വൈദേഹി. അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു നീ.
പക്ഷെ എന്നെ എന്തിനാ മാറ്റി നിർത്തുന്നേ? എന്റെ വിഷമവും പെടച്ചിലും നീ മനസ്സിലാക്കുന്നില്ലേ? എന്ത് കാരണം കൊണ്ടാ നീ എന്റെ അടുത്തേക്ക് വരാതിരിക്കുന്നേ? അത്ര വലിയ എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? ഞാൻ നിന്നെ സ്നേഹിച്ചതിൽ എന്തെങ്കിലും കുറവുണ്ടായോ? അല്ലെങ്കിൽ നിന്റെ ഭർത്താവാകാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കരുതി പോയതാണോ നീ? അതെ, ഒരല്പം ധൃതി ഉണ്ടായിരുന്നു. ദേ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാ മതി. ദേവേട്ടാ, എന്താ ദേവേട്ട നീ കാണിക്കുന്നേ? കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. കൊച്ചുകുട്ടി തന്നെ ജാനകി. ഞാനൊരു കൊച്ചുകുട്ടിയാന്ന് കരുതിയല്ലേ അവൾ എന്നെ ഇട്ടേച്ച് പോയത്. വീട്ടിലെ മൂത്തവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ ആ വീട്ടിലെ ചെറിയ കുട്ടികൾ ആരും അറിയാറില്ല. അതുപോലെ തന്നെയാ എന്റെ ജീവിതത്തിലും സംഭവിച്ചു കഴിഞ്ഞത്. എന്ത് നടക്കുന്നുവെന്നോ എന്തിനു വേണ്ടി സംഭവിച്ചു വന്നോ ഒന്നും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു വാക്കും മിണ്ടാതെ ഇവളും ഇറങ്ങിപ്പോയി. അവളുടെ അച്ഛൻ വന്ന് പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ? അവൾ അച്ഛനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തെന്നല്ലേ അച്ഛൻ പറഞ്ഞു. പിന്നെന്തുകൊണ്ട് അവൾ എന്നെ മാത്രം മാറ്റി നിർത്തുന്നേ? അതിനർത്ഥം മോളെ കാണാതായപ്പോ തൊട്ട് അച്ഛൻ വേദനിക്കുന്നത് അവള് മനസ്സിലാക്കി. അതുകൊണ്ട് അച്ഛന്റെ മുമ്പിൽ അവള് ചെന്നു. പക്ഷേ എന്റെ വേദന അവള് മനസ്സിലാക്കിയില്ല. അതോ ഞാനിനി അവൾക്ക് വേണ്ടി വിഷമിക്കുന്നില്ല എന്നാണ് അവള് മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പറ ജാനകി, വൈദേഹി ഓർത്ത് ഞാൻ വേദനിക്കുന്നത് നീ കാണുന്നില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്താലും എന്റെ വേദന അവള് മനസ്സിലാക്കുക. വൈദേഹി ദേവേട്ടന്റെ എല്ലാ വേദനകളും മനസ്സിലാക്കുന്നുണ്ട്. അവൾ ഉറപ്പായിട്ടും വരും. എപ്പോ വരുമെന്നാ? അവള് വരുന്നതും കാത്ത് ഓരോ ദിവസവും ഞാൻ പെടഞ്ഞു മരിക്കുക. ഒരുപക്ഷെ അവൾ എന്റെ ഈ പെടച്ചില് കണ്ടിട്ട് നിന്ന് ആസ്വദിക്കുമായിരിക്കും അല്ലേ ജാനകി? ദേവേട്ട, അങ്ങനെയൊന്നും പറയില്ല ദേവേട്ട. പിന്നെന്താ ഞാൻ പറയേണ്ടത്? അവൾ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷെ എന്നെ കാണാൻ മാത്രം അവള് വന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വേറെന്താ കരുതണ്ടേ? അല്ല ജാനകി, തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാ. ഇത്രയും കാലം വൈദേഹി വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നില്ല ഞാൻ. അതാണ് എന്റെ തെറ്റ്. ദേവേട്ടന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതെ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പോവോ ഞാൻ തന്നെ ചെന്ന് വൈദേഹിയെ കണ്ടുപിടിച്ചോളാം. ദേവേട്ട, വൈദേഹിയെ കണ്ടുപിടിക്കാൻ പോകുന്നോ? എവിടെ ചെന്ന് തരയാനാ? എവിടെയുണ്ടെന്ന് കരുതി വിളിച്ചോണ്ട് വരും. അവൾ ഉണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. വൈദേഹിയോടൊപ്പം മാത്രമേ ഞാൻ ഇനി പടി ചവിട്ടൂ. ദേവേട്ട, ദേവേട്ട, ദേവേട്ട ഒന്നവിടെ നിന്നേ.
ദേവിട്ട ദേവിട്ട നിക്ക് ദേവിട്ട ദേവിട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക് ദേവിട്ട പോവല്ലേ എവിടേക്കായി പോകുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വൈദേഹിയെ വിളിച്ചുകൊണ്ട് വരാൻ പോവാ. ഇനി എന്നെ തടയാൻ നോക്കണ്ട. ദേവിട്ട വൈദേഹി തെരഞ്ഞ് ദേവിട്ടൻ പോകുന്ന എന്തിനാ? വൈദേഹി തന്നെ ദേവിട്ടന്റെ അടുത്ത് എത്തിക്കോളും. വരും വരും എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നേ. ഇനി എന്നെ കൊണ്ട് പറ്റില്ല ജാനകി. ആരോട് ചോദിക്കണം, എന്തു പറയണം, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് ജാനകി. ദേവിട്ട ദേവിട്ട ഹലോ 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 ഹലോ, പ്ലീസ് ഒന്ന് അവിടെ നിൽക്കണേ. എന്താ? രക്ഷപ്പെട്ടു. രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? എങ്ങോട്ടേക്ക് ഇറങ്ങിയതാന്ന് തോന്നുന്നു. എനിക്കൊരു 2 മിനിറ്റ് തരുമോ? ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാ. എന്നോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കല്യാണ ഫംഗ്ഷൻ നടത്തിയ എന്റെ പെൻഡിങ് എമൗണ്ട് വല്ലതും ഉണ്ടോ? എല്ലാം നേരത്തെ വാങ്ങിച്ചോളാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അകത്ത് അമ്മയോട് ചോദിച്ചാൽ മതി. അയ്യോ, അതല്ല ദേവാ, ഇത് വേറൊരു കാര്യത്തെ കുറിച്ചാ. അതെന്ത് കാര്യമായാലും വീട്ടുകാരോട് സംസാരിച്ചാൽ മതി. എനിക്കിപ്പോ അതിന് സമയമില്ല. ഞാൻ എന്റെ വൈദേഹിയെ വിളിച്ചോണ്ട് വരാൻ പോവാ. അതല്ല അതല്ല, മാറി നിൽക്ക്. എനിക്ക് അതിനെ കുറിച്ചാ പറയാനുള്ളത് ദേവാ. നിക്കവിടെ. എനിക്ക് പോണം. പറയുന്നൊന്ന് അയ്യോ, കേക്ക് ദേവിട്ട പോവല്ലേ? പോവല്ലേ അയ്യോ, ദേവിട്ട നിക്ക്. പോവല്ലേ ഒന്ന് പറയട്ടെ. നിക്കവിടെ. ഏയ് ദേവിട്ട ദേവിട്ട ദേവാ, ദേവിട്ട ദേവാ ഒന്ന് നിന്നേ. ദേവാ, ദേവിട്ട വൈദേഹി ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എവിടെ ചെന്ന് ഇയാള് കണ്ടുപിടിക്കാൻ പോകുന്ന? അതല്ലേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ദേവിട്ടും വൈദേഹി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. എനിക്കാണെങ്കിൽ ഇപ്പൊ സത്യം പറയാനും പറ്റില്ല. അതിരിക്കട്ടെ, കഴിഞ്ഞ ദിവസം മാഗിയുടെ അസിസ്റ്റന്റ് വന്നിരുന്നല്ലോ. മാഗിയെ കാണാനില്ല എന്ന് പറഞ്ഞു. എവിടെ പോയിരിക്കായിരുന്നു? ആ കഥകളൊക്കെ ഞാൻ പിന്നീട് പറയാം. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വന്നത്. അന്ന് ഞാൻ ഒരു ഹിന്ദിക്കാരന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തിയില്ലേ? അവിടെ വെച്ചാ കുറേയേറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അതെന്താ? മാഗി ഒന്ന് നിന്നേ. അത് ശരി, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്നാ സമയത്ത് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. മാഗി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഒന്ന് അങ്ങോട്ട് വന്നേ. എന്തായാലും വീട്ടുകാരോട് ആദ്യം സംസാരിക്കട്ടെ. ജാനകി, നിന്റെ അച്ഛനെ അമ്മയെ എല്ലാരെയും വിളിക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. മാഗി പ്ലീസ്, ഒരു മിനിറ്റ് ഒന്ന് വാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. മാഗിക്ക് പറയാനുള്ളത് ആദ്യം കേക്കട്ടെ. മാഗി എന്താന്ന് വെച്ചാ പറഞ്ഞു. നേരിട്ട് വീട്ടുകാരോട് തന്നെ കാര്യം പറയാം. അപ്പൊ പിന്നെ ബാക്കി ആരോട് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നീ അകത്തേക്ക് വാ ജാനകി, നടക്ക്. മാഗി വാ. മാഗി, അയ്യോ, നിക്ക് മാഗി, നിക്കാൻ. വാ വാ. മാഗി, മാഗി എന്താ കാര്യം? മാഗി, ആദ്യം വീട്ടിലുള്ളവരെ വിളിക്ക്. മാഗി, ആരുമില്ല ഇവിടെ? വർമ്മ സാറേ, കൗസല്യ മാഗി, മാഡം, വർമ്മ മാഗി, സാറേ, ദേവി ഇതൊന്ന് പറയുന്നൊന്ന് പെട്ടെന്ന് കേക്ക് പുറത്തേക്ക് മാഗി. വരണം. മാഗി നിക്ക്, ഒരേ ഒരു നിമിഷം. ദശരഥ രാമവർമ്മ സാറേ, ദശരഥ രാമവർമ്മ സാറേ, എന്താ കാര്യം? നിങ്ങളുടെ അച്ഛനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ. നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? നിങ്ങളുടെ അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. ഒന്ന് വിളിക്കൂ. ആരാ നിങ്ങള്? എന്താ നിങ്ങക്ക് നീ വേണ്ടത്? ആരാന്ന് ആദ്യം പറ. അല്ല, നീ ആരാണെങ്കിൽ എനിക്കിപ്പോ എന്താ? ചെല്ലെ, അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ആപ്പിള് പോലുണ്ട് കാണാൻ. ശിവ ശിവ, എന്താ എന്റെ മനസ്സിങ്ങനെയൊക്കെ? എന്താ ആപ്പിളായാലും എനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ. ദശരഥ രാമവർമ്മ സാറേ. ഏയ്, നീ എന്തെവിടെ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഓഹോഹോ, അപ്പൊ നേരത്തെ പരിചയമുള്ള ആളാണല്ലേ? അന്ന് ദേവന്റെയും മാളവികയുടെയും കല്യാണം മുടങ്ങിപ്പോയില്ലായിരുന്നു അമ്മേ? അത് വീണ്ടും നടത്താൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം ആ ഇവന്റെ ഇവരെ തന്നെ ഏൽപ്പിക്കുമോന്ന് ചോദിക്കാൻ വന്നതായിരിക്കും. അതൊന്നും അല്ല കാര്യം. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക് മാഡം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ ഹിന്ദിക്കാരൻ കിഷോറിന്റെ വീട്ടിൽ വന്നില്ലേ? ഇതുവരെ നീ ആ കാര്യം വിട്ടില്ലായിരുന്നു. ഞങ്ങള് മാല വാങ്ങാനോ ഫംഗ്ഷനോ എവിടെ പോയാലും നിനക്ക് എന്താ കാര്യം? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് നല്ലതല്ല. അയ്യോ, ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വന്നതല്ല മാഡം. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ അറിയാത്ത കാര്യോ? ആരെക്കുറിച്ചാ? നിങ്ങളുടെ വൈദേഹിയെ കുറിച്ചാ.